Hi friends, welcome to Jisha's Flavors. ഇന്ന് ഞാൻ സവാളയും പൊട്ടറ്റോയും ചേർത്തിട്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഉള്ളിയിൽ നിന്നും പൊട്ടറ്റോയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വട ഉണ്ടാക്കാം. അതിനു വേണ്ടി സ്റ്റവ് കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം വട ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് കത്തിച്ചിട്ടുള്ളത്. ഒരു സൈഡ് കുക്കായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം ബ്രൗൺ കളർ ആയതിനു ശേഷം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ള വട ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ ചേർത്തിട്ടുള്ള വട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ നമ്മൾ ഉള്ളിവടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉള്ളിയോടൊപ്പം ഈ പൊട്ടറ്റോ കൂടെ ചേർക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.